നമസ്കാരം. പച്ചവെളിച്ചം ഇപ്പോൾ പയ്യന്നൂർ കണ്ടോത്ത് നാഷണൽ ഹൈവേയിലെ ഓല എന്ന് പറയുന്ന ഒരു ഷോറൂമിന് മുന്നിലാണുള്ളത്. ഇന്ന് ഈ വിഷയം ഇവിടെ ഒരു വാഹനവുമായി എടുത്തതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കൺസ്യൂമർക്ക് ഒരു വലിയൊരു പ്രയാസമുണ്ടായി. അതിനടിസ്ഥാനത്തിൽ അവര് പലപ്പോഴായിട്ട് ഇവരോട് വിഷയങ്ങളൊക്കെ ഇവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ആവശ്യമായ രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല. ഇന്നലെ അവരുടെ വീടിൽ പോയിട്ട് ഇതിന്റെ ഇതിന് വണ്ടിയുടെ തകരാറ് പരിഹരിക്കാൻ എന്തായാലും വരുമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ലീവ് എടുത്ത് അവിടെ കാത്തുനിന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഈ വിഷയത്തില് പച്ചവെളിച്ച് ഇതിനെ കാണുന്നത് ബാക്കിയൊക്കെ അവർ പറയട്ടെ, ഇതിൽ എന്താണ് കാരണം എന്നതിനെ കുറിച്ചൊക്കെ ഈ വിഷയത്തെക്കുറിച്ചൊക്കെ ഇതിന്റെമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളോട് സംസാരിച്ചതിന് ശേഷമാണ് വീഡിയോയിലേക്ക് പോകുന്നത്. അവർക്ക് ഒരുപാട് വണ്ടിയുണ്ട്, ഇവിടെ അവരുടെ സർവീസിന്റെ കാര്യങ്ങളൊക്കെയുണ്ട്. അവർക്ക് അതുകൊണ്ട് സ്റ്റാഫിന്റെ കുറവുണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇവര് പറഞ്ഞറിഞ്ഞ കാര്യങ്ങൾ ഒന്നും അവർ നിഷേധിക്കുന്നില്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇവരൊക്കെ വലിയ പൈസ ഇതിന്റെ വീട്ടിൽ വന്നിട്ട് സർവീസ് ചെയ്യാൻ ആവശ്യമായ ഇവരുടെ ഈ സ്കീമിൽ പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു കാര്യം വളരെ ഉറപ്പിച്ച് പച്ചവെളിച്ചം പറയാം. നമ്മുടെ പല വണ്ടിയുടെ ഇത്തരം ഷോറൂമുകൾ, പല ഷോറൂമുകൾ അവരൊക്കെ ഈ വാഹനങ്ങൾ വാങ്ങിക്കുമ്പോൾ വിൽപ്പന നടത്തുന്ന സമയത്ത് കാണിക്കുന്ന താല്പര്യങ്ങൾ ഒന്നും തന്നെ വാഹനത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ, സർവീസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ പലപ്പോഴും കൈമലർത്തുക, അതുപോലെ തന്നെ ഈ വാഹനമെടുത്ത കൺസ്യൂമർമാരെ തട്ടിക്കളിക്കുക എന്ന ഒരു നില പലരിൽ നിന്നായിട്ടുമുണ്ട്. ആ വിഷയം വളരെ ഗൗരവപ്പെട്ടതാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പച്ചവെളിച്ചം ഈ വീഡിയോയിലേക്ക് പോകുന്നത്. എന്താണ് ഇവർക്ക് പറയാനുള്ളത് എന്ന് നമുക്ക് തേടാം. എന്താ സഹോദരൻ നിങ്ങൾക്ക് പറയാനുള്ളത്? ഞാൻ അവരോട് സംസാരിച്ചിട്ട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾ എവിടെയാ സ്ഥലം? നീലേശ്വരത്താണ് വീട്. ഞങ്ങൾ കഴിഞ്ഞ ജൂലൈ, അതായത് ഈ 24 ജൂലൈ 11-നാണ് ഞങ്ങൾ ഈ വണ്ടി വാങ്ങിക്കുന്നത്. അപ്പം ആദ്യമായി എനിക്ക് കുറച്ചൊരു മറ്റു വല്ല വണ്ടികൾ വേണമെന്നോ, അതായത് ബജാജ് മറ്റോ വേണമെന്നോ തോന്നുമായിരുന്നു. പിന്നെ മോന്റെ ഒരു ഫീഡ്ബാക്ക് അനുസരിച്ച് ബെസ്റ്റ് വണ്ടിയാണ്, നല്ല സർവീസാണെന്ന് അവർ സുഹൃത്തുക്കൾ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ വാങ്ങിക്കും. അപ്പോൾ വാങ്ങിക്കുന്നപ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ ഞങ്ങൾക്ക് ഇൻഷുറൻസ് ഒരു പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്തു. ഇത് റോങ് ആയിട്ടുള്ള ചില അപ്ലോഡ് ചെയ്തു. ഞങ്ങൾ കൊടുത്തത് ഞങ്ങൾ കറക്റ്റ് കോപ്പി കാര്യം കൊടുത്തപ്പോൾ അതൊന്നും ഇവർ ശ്രദ്ധിക്കാതെ ഇവർ റോങ് ആയിട്ടൊന്ന് അപ്ലോഡ് ചെയ്തപ്പോൾ അത് ശരിക്കും അത് എടുക്കാൻ പറ്റില്ല. അവർക്ക് റോങ് ആയിട്ട് വരികയാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഒരാഴ്ച ഒരു വൈകിപ്പിച്ചു. ഞങ്ങൾ പിന്നെ അവസാനം ബാംഗ്ലൂർ അവിടെയൊക്കെ വിളിച്ചിട്ട് ഒരു കെഞ്ചി എപ്പോഴും അവരെന്ത് ചെയ്തു, അത് ഞങ്ങൾ റിലീസാക്കി തന്നു. അവരുടെ പ്രശ്നമാണ്, അവരുടെ പ്രശ്നം, അവർ അപ്ലോഡ് ചെയ്യുന്ന പ്രശ്നമാണ്. അതായത് ആദ്യം ഒരു പേരിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നപ്പോൾ ഞങ്ങൾ കറക്റ്റ് ആയിട്ട് ഇൻഷുറൻസ് ഫ്രഷ് ആയിട്ട് അയച്ചു കൊടുത്തു. അപ്പൊ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ അപ്ലോഡ് ചെയ്യുമ്പോൾ തെറ്റായിട്ട് മറ്റേ അപ്ലോഡ് ചെയ്തു. അപ്പം അത് ആധാറുമായിട്ട് ശരിയാവുന്നില്ല, ആധാറുമായിട്ട് ഒരിക്കലും മാച്ചിങ് ആകുന്നില്ല. പിന്നെ വീണ്ടും ഞങ്ങളെ കറക്റ്റായിട്ട് അയച്ചു കൊടുത്തിട്ടപ്പോൾ അവർ ഒരു വിധം ശരിയാക്കി തന്നു. അത് ബേസ് ചെയ്യാൻ 10-13 ദിവസം കൊടുത്തു. ഞങ്ങൾ ജൂലൈ 11-ന് ഞങ്ങൾ, അതായത് 2024 ജൂലൈ 10 ഞങ്ങൾക്ക് സാധനം കിട്ടി. ഇവിടുന്ന് വണ്ടി എടുത്ത് ഞങ്ങൾ പോയിട്ട് നീലേശ്വരത്ത് എത്തുമ്പോഴാണ് ഫസ്റ്റ് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്തത്. മാർക്കറ്റ് ജംഗ്ഷനിൽ വെച്ചിട്ട് ഇവിടെ പോകുന്ന അന്ന് മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്ന് ഞങ്ങൾ സ്ട്രേറ്റ് ഹൈവേയിൽ പോവാണ്. അപ്പൊ അപ്പുറത്തുനിന്ന് ബസ് വരികയാണ്, KSRTC ഇത് ടൗൺ ഇൻസൈഡിൽ നിന്ന് വരികയാണ്. അപ്പൊ ഞങ്ങൾ എന്ത് ചോദിച്ചു, ബ്രേക്ക് ചെയ്യട്ടെ, ബ്രേക്ക് പിടിച്ചിട്ട് KSRTC സ്ലോ ചെയ്തു. നമ്മൾക്കാണ് പ്രയോറിറ്റി. അപ്പൊ ഞങ്ങൾ അവർ സേഫ് ആയിട്ട് അവൻ അവിടെ നിർത്തി ഞങ്ങൾ ഇങ്ങോട്ട് പോവാണ്. പോകുമ്പോൾ രണ്ടാമത് ആക്സിലേറ്റർ കൊടുത്ത് ആക്സിലേറ്റർ പോകുന്നില്ല, വണ്ടി മൂവ് ചെയ്യുന്നില്ല. ആക്സിലേറ്റർ കൊടുക്കുന്നുണ്ട്, വണ്ടി മൂവ് ചെയ്യുന്നില്ല. അപ്പൊ എന്താ പ്രോബ്ലം? ഇവര് സെൻസർ കേടായിരുന്നു, വിളിച്ചവരെ സെൻസർ കേടാണ്. ആ ലിവർ ഉണ്ടല്ലോ ബ്രേക്കിന്റെ, അത് ഫ്രണ്ടിലോട്ട് ഒന്ന് മുട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ആവുന്നുണ്ട്. മുട്ടി നോക്കി പിന്നെ ആക്സിഡന്റ് ഓക്കെയാണ്. പിന്നെ ഓരോ പ്രാവശ്യം വണ്ടി ഓടിക്കും, ബ്രേക്ക് പിടിച്ച ഉടനെ 2 മുട്ട് കൊടുക്കണം. ക്യാരംസ് കളിക്കുന്നത് മനസ്സിലായില്ലേ? ഇതാണ് ഒന്നാമത്. അത് തിരിച്ച് ഇവിടെ വിളിച്ച വണ്ടി ശരിയാക്കാൻ നോക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു അമ്പലത്തിൽ കൊണ്ടുപോയി പൂജയൊക്കെ നടത്തി, ഞങ്ങൾ ആചാരപരം പൂജയൊക്കെ നടത്തി തിരിച്ചു പോകുമ്പോഴാണ് ഈ വണ്ടിക്ക് പോകേണ്ട ചില സമയത്തായിരിക്കും, ചില സമയത്തായിരിക്കും. കാരണം ഇലക്ട്രിക് വണ്ടിയാണ്, അടുത്തെത്തിയാലേ അറിയുള്ളൂ, പായുള്ളവർക്ക് കേൾക്കണമെന്നില്ല. അപ്പൊ ഞങ്ങൾ ഇതൊരു പ്രോബ്ലം, ഞങ്ങൾക്ക് പറയാനും പറ്റില്ല, അയ്യോ മാറി നിൽക്കുന്നത് പറയാനും പറ്റില്ല, ഈ പുതിയ മൊത്തം വണ്ടിയല്ലേ. 3ാമത്തെ ദിവസം ആകുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാണ്ടല്ലോ സഡൻ ആയിട്ട് ഇതന്നെ സെൽഫ് ബ്രേക്കിംഗ് വരിക. വണ്ടി സെൽഫ് ബ്രേക്കിംഗ് വരും. എന്നിട്ട് ഒരു പൊസിഷൻ എത്തിക്കഴിഞ്ഞാൽ സഡൻ ബ്രേക്കിംഗ് ഡിഫക്റ്റാ, നമ്മൾ അറിയാണ്ട് തല ഇങ്ങനെ ആയിട്ട് മനസ്സിലായി. ഓക്കെ, പിന്നെ വരികയാണ് വണ്ടിക്ക് കംപ്ലീറ്റ് ജാം ആവുക, ബ്രേക്ക് അത് കൂടി ജാം ആവുക. ഞങ്ങൾ എന്ത് ഇവിടെ വിളിച്ചു പറഞ്ഞു, വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ കൂടെ 4000 രൂപ പെർ ഇയർ കൊടുത്തിട്ട് ഒരു അഡീഷണൽ പ്രീമിയം പോളിസി എടുത്തിട്ടുണ്ട് ഇവരുടെ അടുത്തത്. അതായത് ഓല കെയർ പ്ലസ് എന്നാണ് പറയുന്നത്.
നിങ്ങൾ എവിടെയാണെന്നൊക്കെ വിളിക്കാൻ പറ്റും 24 hours അതിന്റെ ടൈമിംഗ് എടുത്ത് ഞങ്ങൾ വരും. ഞങ്ങൾ അവിടെ നിന്ന് ചെക്ക് ചെയ്യും, അവിടെ നിന്ന് റിപ്പയർ ചെയ്യും. ഇല്ലെങ്കിൽ ഞങ്ങൾ വണ്ടി കൊണ്ടുവരും. ഇതേ ഫെസിലിറ്റി നിങ്ങൾക്ക് ഞങ്ങളത് വിശ്വസിച്ച് തരികയും ചെയ്തു. 4000 4,000 കൊടുത്തു. 5 കൊല്ലത്ത് ഇൻഷുറൻസ് പേയ്മെന്റ് 6000 രൂപയുള്ളൂ ഇവരുടെ ഇതിന്. ഞങ്ങളിത് വിളിച്ച് ഇവരാരും മൈൻഡ് ചെയ്യാത്ത ഞങ്ങൾ ഇവരുടെ സർവീസ് സെന്ററിലേക്ക് കസ്റ്റമർ കെയറിൽ ബുക്ക് ചെയ്തു. അവർ പറഞ്ഞു ഓഗസ്റ്റ് 2-ാം തീയതി, അതായത് ഇന്നലെ വരുമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇത് പ്രീപോൺ ചെയ്യണ ഒരു പുതിയ പുത്തൻ വണ്ടി എടുത്തിട്ട് ഞങ്ങൾ ആ 70 കിലോമീറ്റർ ഓടിച്ചതേ ഉള്ളൂ. ഒരു മാസം ആവാൻ വേണ്ടി പോകും, 10-20 ദിവസമായി. ഞങ്ങൾക്ക് അങ്ങനെയല്ല, ഞങ്ങൾ ടൈം അങ്ങനെയാണ്, ഷെഡ്യൂൾ അങ്ങനെയാണ്. അത് പറഞ്ഞാൽ ആ ഡേറ്റ് പറയും, പ്രീപോണ്ടും ഇല്ല പോസ്റ്റ്പോണ്ടും. ഓക്കെ, ശരി. ഞങ്ങൾ 1-ാം തീയതി ഞങ്ങൾ വീണ്ടും വിളിച്ച് രാത്രി ഓർമ്മിച്ച് ഞങ്ങൾ വരുമോ നാളെ? യെസ്, നാളെ വരും. ഞങ്ങൾ മറ്റെല്ലാം ഞങ്ങൾ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് മാറ്റിയിട്ട് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു. 10 മണിയാകുമ്പോൾ ഞങ്ങൾക്ക് കൺഫർമേഷൻ 1 മണി ഞാൻ വിളിച്ചു. ഇല്ല വന്നിരിക്കുന്നു, ഞാൻ ഷോറൂം 10 മണിക്ക് തുറന്നുള്ളൂ, അതിനുശേഷം വരുന്നു. ശരി, ഞങ്ങൾ വെയിറ്റ് ചെയ്തു. 1 മണിയിൽ വെയിറ്റ് ചെയ്തു. ഇല്ല, ഞാൻ എനിക്ക് ബസ് കയറിയിട്ട് ഇവിടത്തേക്ക് വന്നു. ഒരു കാര്യം എനിക്ക് ഇവിടെ ആളില്ലെന്ന്. ഒരു ഇത്രയും വണ്ടികൾ, അതായത് എനിക്കൊരു 10-40 വണ്ടികളുണ്ട്. ഈ 40 വണ്ടികൾ കെയർ ചെയ്യാൻ ഒരാൾ മാത്രമേ ഉള്ളൂ, ഒരു മെക്കാനിക് ഉള്ളൂ. അത് നിങ്ങളുടെ പ്രോബ്ലംസ് ആണ്, തീർച്ചയായും നിങ്ങളുടെ ഫാമിലി പ്രോബ്ലംസ്. ഞങ്ങൾ എന്തിനാണ് ഇടപെടുന്നത്? ഞാനൊരു അയൽവാസിയാണ്, ഞാൻ ഇടപെടേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ സോൾവ് ചെയ്യും. നിങ്ങൾ ഇത്രയും കണക്ഷൻ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും വണ്ടികൾ വെക്കുമ്പോൾ അതിന് ഇൻഫ്രാസ്ട്രക്ചർ നിങ്ങൾ ഉണ്ടാക്കണം. ഞങ്ങൾ സഹിക്കേണ്ട ആവശ്യമില്ല. അത് മാത്രം ഞാനൊരു പ്രീമിയം കൺസ്യൂമർ പോലെയാണ്, കസ്റ്റമർ പോലെയാണ്. ഞാൻ 4,000 എക്സ്ട്രാ പേയ്മെന്റ് പെർ ഇയർ കേട്ടോ, പെർ ഇയർ. ഒരു 5 കൊല്ലത്തേക്കല്ല, അത് ഞാൻ ഇൻഷുറൻസിന് 6 കൊല്ലത്തെ 5 കൊല്ലത്തെ 6000 ഉള്ളൂ. ഇത് ഒരു കൊല്ലത്തേക്ക് 4000 വാങ്ങിച്ചതിന്റെ എടുക്കും. സർവീസ് ഇല്ല. എന്നാൽ ഇവര് വിളിക്കുമ്പോൾ ഒരാൾ ഫോൺ എടുക്കും. ഇവിടുത്തെ ഞാൻ റെപ്രസെന്റേറ്റ് ചെയ്യുന്ന 17 പ്രാവശ്യം എന്റെ ജിയോ വിളിച്ചു, 8 പ്രാവശ്യം എന്റെ BSNL വിളിച്ചു. ഇവർ എടുക്കുന്നില്ല, ഫോൺ എടുക്കുന്നില്ല. എന്നാൽ പോട്ടെ, സർവീസ് സൂപ്പർവൈസർ ഉണ്ട്. ഞാൻ അറിഞ്ഞിടത്തോളം ഇവർക്ക് 3 ജില്ലക്ക് ഒരാളാണ്, വയനാട്, കണ്ണൂർ, കോഴിക്കോട്. മിസ്റ്റർ സനിൽ അങ്ങനെ നടത്തും. അദ്ദേഹത്തെ ഇത്രയും നെഗറ്റീവായിട്ട് അപ്രോച്ച് അത് പറയുന്നത് ഇന്ന് പറ്റില്ല, നാളെയും പറ്റില്ല, മറ്റന്നാൾ മേ ബി. പിന്നെ സംസാരിച്ച് പുള്ളി പറയുന്നത് അത് ഞങ്ങൾ ആ സമയത്ത് നോക്കട്ടെ, ഞങ്ങൾക്ക് ഒരാളേ ഉള്ളൂ. ഞങ്ങൾ സുഹൃത്ത്, ഞങ്ങളുടെ പ്രോബ്ലം അല്ലാതെ യുവർ ഹെഡേക്ക്, നിങ്ങളുടെ ഹെഡേക്കാണ്. ഞങ്ങൾ എന്തിനേക്ക് ക്രൂശിക്കപ്പെടുന്നു? ഞങ്ങളൊരു പുത്തൻ വണ്ടി വാങ്ങിച്ചിട്ട് ഓടിക്കാൻ രാവിലെ എഴുന്നേറ്റ് വണ്ടി കാണുകയാണ്, കൺമിട്ടത് ഓടാതെ വണ്ടിയാണ്, മ്യൂസിയത്തിൽ വെക്കാനും പറ്റില്ല. അപ്പൊ ഞാനിപ്പോ എന്താ ചെയ്യണത്? എത്ര പൈസ കൊടുത്തിട്ട് വാങ്ങിച്ച വണ്ടി? അത് 1 ലക്ഷം വണ്ടിക്കായി. പിന്നെ മറ്റെല്ലാം കൂടി 1,30-1,35 ആയി. വണ്ടി ആകെ ഒരു 10-50 കിലോമീറ്റർ ഓടിക്കാം. ഇപ്പൊ നിങ്ങൾ വന്നിട്ട് ഇവിടെ നിങ്ങൾ വന്നിട്ട് കാര്യങ്ങൾ റിസോൾവ് ചെയ്യും. നിങ്ങൾ പറഞ്ഞ 2-ാം തീയതി വന്ന് റിസോൾവ് ചെയ്യുന്നു, ചെയ്യുന്നില്ല ഇവര്. ഇവിടെ ആള് തിരക്കാണ്, പറ്റും. അത് ഞങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ പ്രീമിയം കസ്റ്റമർ ആണ്. 4000 എക്സ്ട്രാ ഞങ്ങൾ വാങ്ങിച്ചിട്ട് ഞാൻ സൈറ്റിൽ വന്നിട്ട് കാര്യം ചെയ്യാം. സൈറ്റിൽ വന്ന് ചെയ്യണല്ലോ, എഗ്രിമെന്റ് അങ്ങനല്ലേ? വേറെ ഒന്നും ഇവര് പറഞ്ഞു, നിങ്ങൾ ആൾറെഡി കൊടുത്തിരിക്കുന്ന ഒരു കംപ്ലൈന്റ് ഉണ്ടല്ലോ, ടെസ്റ്റ് ചെയ്ത് അതൊന്നും ആദ്യം നിങ്ങൾ ക്യാൻസൽ ചെയ്യിപ്പിക്കുക. എന്നിട്ട് റോഡ് സർവീസ് അസിസ്റ്റൻസ് RSA, അത് റോഡ് അസിസ്റ്റൻസ് ആണ്. അത് നോർമലി കൊടുക്കുക വെച്ചാൽ നമ്മൾ വഴിയിലാണ് പെടുക. അത് നമ്മൾ അൺസേഫ് സ്ഥലത്ത് പെടുക. വീട്ടിൽ നിന്നും സർവീസ് പാർക്ക് ചെയ്യാൻ പറ്റാത്ത സ്ഥലത്ത് നിന്നും ഇത്ര തള്ളിക്കൊണ്ടാൻ പറ്റാത്തത് ബിയോണ്ട് ആണെങ്കിൽ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അവർ വന്നിട്ട് അവരുടെ വണ്ടി കൊണ്ട് നമ്മൾ ഇവിടെ കൊണ്ടുവരും. നമ്മുടെ വണ്ടി കൊണ്ട് കൊണ്ടുവരും, അവർ റിപ്പയർ ചെയ്യും. അല്ലെങ്കിൽ എന്റെ വണ്ടി വീട്ടിലാണുള്ളത്, ഞാൻ RSന് വേറെ കുഴപ്പം കൂടിയുണ്ട്. അപ്പൊ നമ്മളൊന്നും ചെയ്തിട്ടില്ല വണ്ടി, നമ്മൾ വല്ല ആക്സിഡന്റ് ഒന്നും ആക്കിയിട്ടില്ല. നമ്മൾ വണ്ടി വീട്ടിൽ സേഫായി കിടക്കുകയാണ്. അതൊന്നും ഇവര് നിങ്ങൾ ക്യാൻസൽ നിങ്ങൾ ചെയ്യത് നിങ്ങളത് ചെയ്യിപ്പിക്കുകയാണ്. ചെയ്യേണ്ട ആവശ്യം എന്താണ്? വാദി പ്രതിയാവും. പിന്നെ അങ്ങനത്തെ ആൾക്കാരാണ് ഇവർക്ക് ഒരുപാട് ലീഗൽ സെല്ലും മറ്റേ സെല്ലും ഒത്തിരി ഉള്ളതാ. നമുക്ക് അങ്ങനെ നമ്മൾ ഒരു വക്കീലത്ത് പോയിട്ട് ഇപ്പൊ ചോദിച്ചാലേ കാര്യങ്ങൾ അറിയുള്ളൂ. നമ്മൾ എന്തിനാ തലവെച്ച് കൊടുക്കുന്നത്? നിങ്ങൾ വരിക, ഞങ്ങൾ ഫസ്റ്റ് കംപ്ലൈന്റ് റിസോൾവ് ചെയ്യാം, എന്നിട്ട് ഞങ്ങൾ പോകുന്നുള്ളൂ. നിങ്ങളെ ഭാര്യയും കൂട്ടിയിട്ട് വന്നിട്ട്? ഞാൻ ഭാര്യ വീട്ടിലാണ് വണ്ടി ഉള്ളത്. ഞാൻ ഇന്നലെ വന്നിട്ട് ഇവര് കെയർ ചെയ്യുന്നില്ല. ഞാൻ എനിക്ക് പറയാം, നിങ്ങൾ വണ്ടിയുടെ ഓണറല്ലെന്ന് പറഞ്ഞെങ്കിലോ? ഞാൻ ചോദിച്ചാൽ ഓണർ തന്നെ വരട്ടെ, ഭാര്യക്ക് സപ്പോർട്ടിലാണ് എന്റെ ഡ്യൂട്ടിയില്, അത് ഞാൻ ചെയ്യുന്നു. ശരി, ഓക്കെ, താങ്ക് യു. എവിടെ സ്ഥലം? എവിടെ ഞങ്ങളെ ശരിക്കും? നീലച്ച് തൈക്കടപ്പുറം. അതിന് ഇവിടെ വന്നിട്ട് വണ്ടി എടുത്തത് ഇവിടെ ഉള്ളൂ? ഇവിടെ കഴിഞ്ഞ മംഗലാപുരം ഉള്ളൂ. അതാണ് അപ്പുറം ഇപ്പുറത്ത് അവർ വേറെ വണ്ടി ഇടുന്നേ, ഇപ്പുറത്തും വണ്ടി ഇട്. എന്ത് നമ്മൾ ഒരൊക്കെ ഒരു സമയം മോശ സമയം ബുദ്ധി അത്രേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ഭാര്യയൊക്കെ ഇവിടെ ഇരിക്കുന്നതാണ്. ഇവര് ഇത് പിന്നെ പ്രശ്നം പരിഹരിച്ചിട്ടേ പോകും അല്ലേ? അത്രേ പോകും. അതെ, അതാണ് ഇവർ പറയുന്നത്. കാരണം എന്തായാലും വളരെ താല്പര്യത്തോടു കൂടിയിട്ട് ഒരു വണ്ടിയൊക്കെ വാങ്ങിച്ചിട്ട് അവരൊക്കെ അത് ഓടിക്കാൻ വേണ്ടി പറ്റാതെ വരിക, അതുപോലെ തന്നെ അതിന് വേണ്ടുന്ന എല്ലാ പണവും അടക്കുക, എന്നിട്ട് അങ്ങനെയുള്ള സംവിധാനങ്ങൾ പോലും ഇദ്ദേഹം ജോയിൻ ചെയ്തിട്ട് ഇവർക്ക് അതിന് അനുസരിച്ചുള്ള കാര്യങ്ങൾ നടക്കാതെ പോവുക എന്നൊക്കെ പറഞ്ഞാല് ഇതൊക്കെ കസ്റ്റമേഴ്സിനെ കെയർ ചെയ്യും. അതാണ് കസ്റ്റമേഴ്സിനോട്
നെഗറ്റീവ് അപ്രോച്ചാണ് കസ്റ്റമർ. അതെ അതെ, അവരുടെ ഔദാര്യമൊന്നുമല്ല ഇത്. ഇത് ഓക്കെ അത് ശരിയായതല്ല. നമ്മൾ ആദ്യം ഇൻട്രോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. വാഹനം